ബിലാലിന്റെ മാതാവിന്റെയും അതുപോലെ തന്നെ മുത്തശ്ശിയുടെയും വിശേഷങ്ങൾ കേൾക്കാം. എന്താണ് അമ്മേ വിശേഷം? സുഖല്ലേ? മാഷാ അല്ലാഹ്. പിന്നെ സജീവായിരുന്ന നിങ്ങളുടെ മകൻ മുഹമ്മദ് ബിലാലായപ്പോൾ എന്താണ് അവനെ കൊണ്ട് നിങ്ങൾക്ക് മാഷാ അല്ലാഹ് അവൻ്റെ പഴയ ജീവിതത്തിൽ നിന്നും നല്ല അഭിപ്രായമാണോ അതല്ല വല്ല മോശമായ പ്രതികരണമോ അല്ലെങ്കിൽ അവൻ്റെ ഭാഗത്ത് നിന്ന് വല്ല അവസ്ഥകളോ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? നല്ല അഭിപ്രായം തന്നെയാണ് ഉള്ളത്. അവൻ ആദ്യത്തെ വെച്ച് നല്ല ഒരു മാറ്റമുണ്ട്. നല്ലൊരു മാറ്റം പറഞ്ഞാൽ നല്ലൊരു മാറ്റമുണ്ട്. ഇസ്ലാം സ്വീകരിച്ചത് ഞങ്ങൾക്കിപ്പോൾ സന്തോഷമുള്ളൂ. ആദ്യമൊക്കെ ഞാൻ സങ്കടപ്പെട്ടുകൊണ്ടിരുന്നതായിരുന്നു. ഇപ്പം നല്ല സന്തോഷമായിരുന്നു. സന്തോഷം തന്നെയാണ്. സന്തോഷം പറഞ്ഞാൽ ആദ്യം ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ ഓരോരുത്തർ പറയുന്നതും പള്ളിയിലേക്ക് പോകണു നിങ്ങളുടെ മോൻ, ഈ അമ്മ എങ്ങനെ വളർത്തിയതാണ്, ആ കുട്ടി പള്ളിയിലേക്ക് പോകണമെന്ന് പരിസരവാസികളൊക്കെ പറയുമ്പോൾ ഒരുപാട് ഞാൻ വിഷമിച്ച് കരഞ്ഞിട്ടുണ്ട്. അവൻ അടിച്ചിട്ടുണ്ട്, പിന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കി അത് നല്ല ഒരു 100 വട്ടം ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കാനാണ് ഞങ്ങൾ തയ്യാറായിരിക്കുന്നത്. സാധാരണഗതിയിലേ ഞാനും അമ്മയുടെ മോനെ പോലെ തന്നെ ഇസ്ലാം മനസ്സിലാക്കി ഇസ്ലാം സ്വീകരിച്ചതാണ്. നമ്മളെ മാതാപിതാക്കൾ നമ്മളോട് ഏത് രീതിയിൽ പ്രതികരിച്ചാലും ഇസ്ലാം പഠിപ്പിക്കുന്നതോട് അനിസ്കുറിലി വലി വാലിദൈക്ക, നിങ്ങൾ എനിക്കും നിങ്ങളെ മാതാപിതാക്കൾക്കും, അതായത് റബ്ബിനും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാനാണ്. പക്ഷേ ഒരുപക്ഷെ നമുക്ക് മാതാപിതാക്കളിൽ നിന്നും ഇപ്പോൾ അമ്മ പറഞ്ഞതുപോലെ തന്നെ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അവനെ ഉപദ്രവിച്ചു, ചീത്ത പറഞ്ഞു, ഇത്തരത്തിലൊക്കെ നമുക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ അനുഭവങ്ങളിലൊക്കെ മാതാപിതാക്കളോട് ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കണമെന്ന് പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ നിയമങ്ങളാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും എൻ്റെ അമ്മേനോട് പറയാറുണ്ട്, ലോകത്തെ എല്ലാ മക്കളും മാതാപിതാക്കളെ ഈ രീതിയിൽ അനുസരിക്കുകയാണെങ്കിൽ എത്ര അമ്മമാർ അനാഥാലയങ്ങളിലും അതുപോലെ തന്നെ മറ്റു കേന്ദ്രങ്ങളിലൊക്കെ മക്കൾ നോക്കാതെയും മറ്റൊക്കെ ഉണ്ട്. ദൈവത്തിൻ്റെ നിയമമാണ് മാതാപിതാക്കളെ നോക്കണമെന്നും ഇത് ചെയ്തിട്ടില്ലെങ്കിൽ, ഇതനുസരിച്ചിട്ടില്ലെങ്കിൽ നാളെ ദൈവത്തിൻ്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരുമെന്നുള്ള ബോധം ഈ മനുഷ്യർക്ക് ഉണ്ടാവുകയാണെങ്കിൽ, ആ ഒരവസ്ഥയിൽ മക്കളെല്ലാവരും മാറുകയാണെങ്കിൽ സമൂഹത്തിൽ നന്മ ഉണ്ടാവും അതോ പ്രയാസങ്ങൾ ഉണ്ടാവും? എന്താണ് നമുക്ക് അതിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ രാജ്യയെ ഒരു നന്മ തന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ, അല്ലാതെ ഒരിക്കലും തിന്മ ഉണ്ടാകാൻ സാധ്യതയില്ല. എല്ലാം ഞങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഇതൊരു നല്ല ഒരു നന്മയ്ക്ക് ഉള്ള ഒരു നേർവഴിയാണ് ഇസ്ലാമിൻ്റെ വെളിച്ചമെന്നാണ് ഞങ്ങൾ. അൽഹംദുലില്ലാ. എന്തായാലും നല്ല മോനും അമ്മയും അമ്മമ്മയൊക്കെ ആയിട്ട് ജീവിക്കാൻ, ഒരുപാട് കാലം മക്കളോടൊപ്പം സന്തോഷത്തോടു കൂടി ഇരിക്കാൻ റബ്ബ് സുബ്ഹാന തആല നമ്മൾ അനുഗ്രഹിക്കട്ടെ. പിന്നെ സാധാരണഗതിയിൽ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞ ആളുകൾ, ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ പറയും മാതാപിതാക്കളെ നോക്കരുത്, അവിശ്വാസികളായ ആളുകളാണ് അവരെ രക്ഷാധികാരികളാക്കി വെക്കരുത് എന്നൊക്കെ പറയും. സൂറത്ത് ലുക്മാനിൽ അല്ലാഹു സുബ്ഹാന തആല പറയുന്നുണ്ട്, റബ്ബിനോട് പങ്കു ചേർക്കേണ്ട വിഷയത്തിൽ, അതായത് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ അല്ലാതെ മറ്റേതെങ്കിലും സൃഷ്ടികളോട്, മനുഷ്യനുണ്ടാക്കി വെച്ച വസ്തുക്കളോട് പ്രാർത്ഥിക്കുന്ന കാര്യത്തിലല്ലാതെ അങ്ങനെ ഒരു കാര്യം പറയുകയാണ്, നീ ഒരു മനുഷ്യനുണ്ടാക്കി വെച്ച വസ്തുവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറയുകയാണെങ്കിൽ അതൊരിക്കലും അനുസരിക്കാൻ പാടില്ല. അതല്ലാത്ത എല്ലാ കാര്യങ്ങളും അനുസരിക്കാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധമായ ഖുർആൻ മനുഷ്യരെ പഠിപ്പിക്കുന്നത്. അതല്ല മാതാപിതാക്കൾ മറ്റു മതവിശ്വാസികളായതുകൊണ്ട് അവരെ നോക്കരുതെന്നോ അവരെ ഉപേക്ഷിക്കണമെന്നൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ അത്തരത്തിലൊക്കെ പ്രചരണങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാഷാ അല്ലാഹ് ഇത് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് കിട്ടിയ അല്ലെങ്കിൽ ഈ സമുദായത്തിന് കിട്ടിയ ഏറ്റവും വലിയൊരു മെസ്സേജാണ്. എന്ത്? എൻ്റെ മോൻ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ എനിക്ക് കൂടുതൽ സ്നേഹമുള്ളൊരു മകനായിട്ടാണ് എനിക്കിത് കാണാൻ കഴിഞ്ഞത് എന്നുള്ളത് ഈ സമൂഹത്തിനുള്ള ഏറ്റവും വലിയ നല്ലൊരു മെസ്സേജാണ്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് എല്ലാവർക്കും ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാണ്. ഏതൊരു കുട്ടിയും ഇത് എൻ്റെ മോൻ സ്വീകരിച്ച പോലെ സ്വീകരിക്കുകയാണെങ്കിൽ ഒരാളും ഇത് എതിർക്കേണ്ട കാര്യമില്ല, അവരിനെ ഒരു തള്ളിവിടേണ്ട കാര്യമില്ല, ഒന്നുമില്ല, സന്തോഷത്തോടെ സ്വീകരിക്കുന്നതാണ് ഈ രാജ്യത്തിനെ ഒരു മാതൃകയാണിത്. മാതൃകയായിട്ടിപ്പം ഞാൻ നനയ്ക്കുന്നുള്ളൂ ഇതിനെപ്പറ്റി, അല്ലാതെ തെറ്റായിട്ടൊന്നും ചിന്തിക്കാനില്ല. സന്തോഷത്തോടെ സ്വീകരിക്കുക. ഒരു അച്ഛനും അമ്മയും സന്തോഷത്തോടെ മോനായാലും ശരി മോളായാലും ശരി അതിനെ സ്വീകരിക്കുന്നതാണ് നല്ലത്, അല്ലാതെ അതിനെ അകറ്റി നിർത്തരുത്. എപ്പോഴെങ്കിലും മകൻ അമ്മ ഏകനായ ദൈവത്തെ വിശ്വസിക്കണം, അവനോട് മാത്രം പ്രാർത്ഥിക്കണം എന്നുള്ളത് അമ്മയെ നിർബന്ധിക്കുകയോ അതിനു വേണ്ടി വീട്ടിൽ വഴക്കു കൂടുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതൊന്നും ഉണ്ടായിട്ടില്ല. ഒരിക്കലും ഒരിക്കലും അമ്മ നിർബന്ധിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. പറയാറുണ്ടോ ഇസ്ലാം ഇതാണ് പഠിപ്പിച്ചു തരാറുണ്ട്, പറഞ്ഞു തരാം, കാര്യങ്ങൾ പറഞ്ഞു, ഒരിക്കലും നിർബന്ധിക്കാറില്ല. പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട കാര്യം, ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ഒരു ബലപ്രയോഗമില്ല. സ്വന്തം മാതാവാണ് അവർ, മാഷാ അല്ലാ, അവരോട് പോലും ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നിർബന്ധ ബുദ്ധി എന്ത് ചെയ്യാറില്ല, അദ്ദേഹത്തിൻ്റെ സത്യവിശ്വാസിയായ മകൻ ചെയ്യാറില്ല. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം,
ഇസ്ലാമിൽ നിർബന്ധിത മതപരിവർത്തനം, അതുപോലെ തന്നെ ലവ് ജിഹാദ്, ഇത്തരത്തിലുള്ള പ്രവണതകളൊന്നുമില്ല. സത്യം സത്യമാണെന്ന് മനസ്സിലാക്കിയാൽ അത് മനസ്സിൻ്റെ തീരുമാനമാണ്. എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കൂ എന്നുള്ളത്. അത് ആരെങ്കിലും നിർബന്ധിച്ചിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത കാര്യമാണ്. സർവശക്തനായ റബ്ബ് നമുക്കെല്ലാവർക്കും സത്യത്തിലൂടെ ജീവിക്കാനും സത്യത്തിൻ്റെ പാതയിലായി റബ്ബിലേക്ക് മടങ്ങാനുള്ള തൗഫീക്ക് നൽകട്ടെ. ഞാൻ ആദ്യമൊക്കെ വെറുത്തു എന്ന് ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ. ഞാൻ എന്റെ മോനെ, അതായത് അമ്മയ്ക്ക് ആദ്യം വെറുപ്പായിരുന്നു, നല്ല വെറുപ്പായിരുന്നു എനിക്ക്. ഞാൻ അടിച്ചിട്ടുണ്ട്, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. വീട്ടിൽ നിന്ന്. എന്നിട്ടും അവൻ എന്നോട് സ്നേഹത്തോട് അവന് ഒരു ഇതുമില്ല, ദേഷ്യമൊന്നും അള്ളാഹുവിന്റെ ഇത് അനുഗ്രഹം കൊണ്ട് അവൻ ഒരു ദേഷ്യം അവൻ എന്നോട് കാണിച്ചിട്ടില്ല. അപ്പോഴും എന്നെ സ്നേഹത്തോടെയാണ് അവൻ ഉള്ള പെരുമാറ്റം. അതൊരു നല്ല വ്യത്യാസമായിട്ട് ഉള്ള പെരുമാറ്റമായിരുന്നു അവന്. സ്നേഹം തന്നെ അവൻ കാണിച്ചിട്ടുള്ളൂ. ഞാൻ വിട്ടാലും അവൻ അമ്മയെ വിടില്ല, കുടുംബത്തെ വിടില്ല എന്നുള്ളതായ ഒരു നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടിരുന്നു. പിന്നെ അമ്മ ഇതിനെ കുറിച്ച് ചിന്തിച്ചോ? എന്താണ് പിന്നീട് അമ്മയ്ക്ക് തോന്നിയത്? പിന്നെ ഞാൻ നല്ലപോലെ ചിന്തിച്ചു, മനസ്സിലാക്കി. അവൻ എന്നെ കുറേ മനസ്സിലാക്കിപ്പിച്ചു, ഞാനും ചിന്തിച്ചു. എന്നിട്ട് എനിക്ക് സ്വയം അറിഞ്ഞു സത്യം എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. സത്യത്തിന്റെ നേർവഴിക്കാണ് ഞാൻ പിന്നെ ശരി. പ്രേക്ഷകർ ചിന്തിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള കാര്യം, ഞാൻ എന്നും പറയണത് പോലെ തന്നെ ഇന്ത്യയിലെ നിയമസംഹിത നമ്മൾ അനുസരിക്കുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ നിയമമായിട്ടാണ് സത്യവിശ്വാസികൾ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നതും അതുപോലെ തന്നെ വിശ്വസിക്കുന്നതും. മാതാപിതാക്കളെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ, ഒരു പുരുഷൻ അവൻ്റെ മാതാവിനോടാണ് ഏറ്റവും കൂടുതൽ കടമകളുള്ളത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഭർത്താവിനോടാണ് ഏറ്റവും കടമകളുള്ളത്. ഈ കടമകൾ പൂർത്തീകരിക്കാതെ എത്ര നമസ്കരിച്ചത് കൊണ്ടോ നോമ്പ് നോറ്റത് കൊണ്ടോ അതല്ലെങ്കിൽ മറ്റുള്ള ഇബാദത്തുകൾ ചെയ്തതുകൊണ്ടോ നമുക്ക് നാളെ റബ്ബിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ കഴിയില്ല. ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുന്ന എത്രയോ അവിശ്വാസികളായ മാതാപിതാക്കളുണ്ട്. മക്കൾ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ മക്കളെ തള്ളി പറയുന്ന അതല്ലെങ്കിൽ മക്കളെ ചീത്ത പറയുന്ന എത്രയോ ആളുകൾ. അവർക്കൊക്കെ ഈ അമ്മയിൽ വലിയൊരു ഗുണപാഠം നമ്മൾ കണ്ടെത്തുകയാണ്. ആദ്യം നല്ല ബലമായിട്ട് എതിർത്തു പറഞ്ഞാൽ ഇത് നിസ്കരിക്കുമ്പോഴും കൂടി എനിക്ക് ഭയങ്കര വെറുപ്പാണ്. ഇപ്പം വാതിലടിച്ച് നിസ്കരിക്കുക. അപ്പോൾ അമ്മ നിങ്ങൾ അതൊരു കാര്യത്തിന് മാത്രമേ എന്നെ വിടി, നിങ്ങൾ ബാക്കി ഞാൻ എന്ത് ചെയ്തതാണ്, കുടിക്കുന്നില്ല, വീഡിയോ വലിക്കുന്നില്ല, വേറെ ചീത്ത സ്വഭാവം എനിക്കൊന്നുമില്ലല്ലോ, ഞാൻ ഖുർആനെ മാത്രമല്ലേ ഞാൻ വായിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് അവൻ ആദ്യം അത് ബലമായിട്ട് അവൻ അതിനെ ബലമായിട്ട് പഠിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. എല്ലാം അവൻ മനസ്സിലാക്കി. പിന്നെ ഞങ്ങളും അത് നല്ലപോലെ എതിർത്തുകൊണ്ടിരുന്നു. അവൻ അടിച്ചു, നീ പള്ളിയിലേക്ക് പോകണ്ട പറഞ്ഞു, ഇവൻ്റെ നിസ്കാരം കാണുമ്പോൾ എന്ന് പറഞ്ഞ് പല ശിക്ഷയും അവന് ഞാൻ ചെയ്തു. പിന്നെ എനിക്ക് താനേ മനസ്സിൽ ഉണർന്നു. എനിക്ക് ഒന്നും അറിയില്ല, താനേ ഞാൻ മനസ്സിലാക്കി. കണ്ടെത്തിയ സത്യം സത്യമാണ്, സത്യമാണെന്നുള്ളത് 100 വട്ടം ഞാൻ നല്ലപോലെ ഇപ്പം മനസ്സിലാക്കി. നിങ്ങളെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാ, നമ്മുടെ സഹോദരൻ മുഹമ്മദ് ബിലാലിൻ്റെയും പ്രിയപ്പെട്ട മാതാവിൻ്റെയും വിശേഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. ഇനി നമുക്ക് പരിചയപ്പെടാൻ പോകുന്നത് അവൻ്റെയും നമ്മളുടെയും പ്രിയപ്പെട്ട മുത്തിയമ്മേനെയാണ്. മാഷാ അല്ലാഹ്, മുത്തിയമ്മേനോട് നമുക്ക് ചില കാര്യങ്ങൾ ചോദിക്കാം ഇൻഷാ അല്ലാഹ്. എന്താണ് മുത്തിയമ്മ നിങ്ങളെ വിശേഷം? സുഖാണോ? ഇപ്പൊ സുഖം തന്നെ മേനെ, അൽഹംദുലില്ലാ. എന്താണ് സഞ്ജീവ് എന്ന ബിലാലിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? സഞ്ജീവിനെ എന്ന് പറഞ്ഞ് സഞ്ജീവിന് ഞങ്ങൾ ഒരുപാട് അഭ്യാസം നടത്തി, അടുത്തില്ലാന്നേ ഉള്ളൂ. അപ്പൊ സഞ്ജീവിനെ മാറ്റി വെച്ചു. ബിലാലായപ്പോ ഇത്തിരി അരസമാധാനത്തിലിരിക്കണം. എന്താണ് ബിലാലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ? മുത്തിയമ്മേനോട് സ്നേഹമുണ്ടോ അതോ സ്നേഹക്കുറവുണ്ടോ? സ്നേഹം അവൻ കുറവില്ല, സ്നേഹവും ഉണ്ട്. നമ്മൾ അടിച്ചാലും അവൻ തിരിഞ്ഞു നോക്കാണ്ട് പോകും. അങ്ങനെ മുമ്പ് എങ്ങനെയായിരുന്നു? മുമ്പ് ദേഷ്യപ്പെടുമായിരുന്നോ? മുമ്പൊക്കെ ഇത്തിരി ദേഷ്യപ്പെട്ടു. ഇപ്പൊ അതൊന്നും ഇല്ല. അപ്പൊ നന്നായിരിക്കണം അവര്, അതേ വേണ്ടു. ഇനിയിപ്പോ വീട്ടില് മരുമകളൊക്കെ വരാൻ പോവുകയാണ്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അപ്പൊ അതുകൊണ്ട് അവർ രണ്ടുപേരും നന്നായി ഇരിക്കണം, അതേ എന്റെ പ്രാർത്ഥനയുള്ളൂ. മകൻ കേട് വന്നിരിക്കല്ല ആണോ? കേട് വന്നു എന്ന് തോന്നുന്നില്ല. അപ്പോ കടയിൽ ആദ്യം തോന്നിയിട്ട് നീ പോടാ, നീ പിന്നെ നങ്ങന്റെ ഒന്നും അല്ല, നിന്റെ അച്ഛന്റെയും അമ്മന്റെയും മകനല്ല, അത്തരത്തിലൊക്കെ ചീത്ത പറഞ്ഞു. അപ്പൊ അവൻ എന്തു പറഞ്ഞു? അവൻ ചിരിക്കും. ചിരിച്ചു. അവൻ ചിരിക്കേ ഉള്ളൂ, ഒന്നും പറയില്ല. ഇതിനൊരു സമയം ഉണ്ടാവും. നിങ്ങൾ അവിടെ പോകുമ്പോ നമുക്ക് കാണണ്ടേ മൂമേ? എവിടെ പോകുമ്പോ? മരണപ്പെട്ടതിന് ശേഷം അവിടെ സൃഷ്ടാവിന്റെ അവിടെ പോകുമ്പോ നിങ്ങളെ കാണണമെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ വന്നോളി. സൃഷ്ടാവിന്റെ അടുത്ത് പോകുമ്പോ അവനെ കാണണമെങ്കിൽ നമ്മളൊപ്പം വന്നോളി എന്ന് പറയും. എപ്പോഴെങ്കിലും നിർബന്ധിച്ചിട്ടുണ്ടോ? നിർബന്ധമില്ല അവന്, പറഞ്ഞു തരും. നിങ്ങക്ക് നല്ലപോലെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നോളി, അല്ലെങ്കിലോ
നിങ്ങളെ നമുക്ക് കാണാൻ കിട്ടില്ല. അവിടെ നമുക്കൊരു ഭാഗത്ത് പോണ്ടേ. ഓ അപ്പൊ അവിടെ എന്റെ മകനെ പോണു, വല്ല വേലിയോ പൊടിയോ ഉണ്ടോ എന്നാ കേട്ടു. ചോദിച്ചു. അവിടേക്കാണ് എല്ലാവരും കൂടി പോണ്. ഞാൻ പോണതൊപ്പം കുട്ടികളൊപ്പം പോണു എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങ എത്ര കാലം ജീവിക്കേണ്ടവരാണ്, ഞാൻ വേഗം പോകില്ലേ പറഞ്ഞു. ഒപ്പ പോയാലും നമ്മൾ ഒരു ഭാഗത്ത് പോണെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ വരും അപ്പം പറയും. ഞങ്ങൾ തീർക്കും. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. എന്തായാലും അദ്ദേഹം മനസ്സിലാക്കിയ സത്യത്തിലേക്ക് നിർബന്ധിക്കുകയോ അതല്ലെങ്കിൽ അതിനു വേണ്ടി നിങ്ങളെ വാശി പിടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. മാഷാ അല്ലാഹ്. എന്തായാലും ഇൻഷാ അല്ലാഹ് മകന്റെ കൂടെ പേരക്കുട്ടിയുടെ കൂടെ ഒരുപാട് കാലം ആഫിയത്തുള്ള ആരോഗ്യമുള്ള നല്ല മുത്തിയമ്മയായി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹം ചെയ്യട്ടെ. കുറഞ്ഞ കാലത്തൊരു